Here we are going to familiar with Edmund Burke. Reflections on the Revolution of France. അദ്ദേഹത്തിന്റെ വർക്കിൽ പ്രധാനമായിട്ടും പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചിട്ടും അതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടുമാണ്. Biographical background. Edmund Burke from 1729 to 97. Born in Dublin, educated at Trinity College. He was briefly attended law school, gave it up for literary career. Published his first book when he was at the age of 27. He gets involved in Whig Party politics. Serves in British House of Commons from 1766 through 1780. Then from 1780 to 1794. He supported American independence, easing laws against Catholics. In 1773, he travels to France and is appalled by tide of rationalism sweeping the country. Opposes the French Revolution. He opposes the French Revolution. Founder of modern conservatism. One of, if not the chief opponents of the Enlightenment. Publication was widely anticipated and received huge reaction. King George loved it, as did most of the aristocracy. നമ്മളിങ്ങനെ ബർക്കിനെ കുറിച്ച് പറഞ്ഞു പോകുന്ന സമയത്ത് ഹി വാസ് എ പ്രൊട്ടസ്റ്റന്റ് ആൻഡ് ഓൾസോ എ കാത്തലിക്. എന്തോ അങ്ങനെ പറയുന്നത് പറയാൻ കാരണം എന്താ, അദ്ദേഹത്തിന്റെ ഫാദർ ഒരു പ്രൊട്ടസ്റ്റന്റ് സെക്ടിൽ ഉൾപ്പെടുന്ന ആളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മദർ ഷീ ബിലോങ്സ് ടു കാത്തോലിക്. ഓക്കെ, two main reasons. Relevance as a work of political science. അദ്ദേഹത്തിന്റെ വർക്കിന്റെ പ്രധാനമായിട്ടും രണ്ട് ഇമ്പോർട്ടൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ഇറ്റ് ഹാസ് എ റെലവൻസ് ആസ് എ വർക്ക് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. സയൻസ് നോട്ട് ഇൻ ദി സെൻസ് ദാറ്റ് ഇറ്റ് ഈസ് എംപിരിക്കലി ഡ്രിവൺ, ഓൾദോ ദർ ഈസ് സം ഓഫ് ദാറ്റ്, ബട്ട് റാദർ സയൻസ് ഇൻ പ്രിഡിക്റ്റീവ് സെൻസ്. ആൻഡ് ഓൾസോ ഹിസ് അനദർ ഇമ്പോർട്ടന്റ് വൺ, ഫൗണ്ടർ ഓഫ് മോഡേൺ കൺസർവേറ്റിസം. Burke was remarkably prescient about the likely development of the French Revolution and remarkably accurate about most revolutions. To appreciate, here is the French Revolution in a nutshell. French Revolution കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ വ്യൂസ് നമുക്കൊന്ന് പരിചയപ്പെടാം. French Revolution 1788. King Louis XIV facing financial crisis. അല്ലെ, ഫിനാൻഷ്യൽ ക്രൈസിസ് ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഒക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്രാൻസിൽ ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഒരു റെവല്യൂഷനെ തുടക്കം കുറിച്ചു. കോൾസ് ഫോർ ദി അസംബ്ലി ഓഫ് ദി എസ്റ്റേറ്റ്സ് ജനറൽ. അപ്പോൾ 3 എസ്റ്റേറ്റുകളായിരുന്നു ഫ്രാൻസിൽ ഉണ്ടായിരുന്നത്. സൊസൈറ്റി വാസ് ഡിവൈഡഡ് ടു 3 estates. A French parliament which had met since 1614. 1614 ശേഷം എസ്റ്റേറ്റ് ജനറലിനെ വിളിക്കുന്നത് ലൂയിസ് 14 1788 എസ്റ്റേറ്റ് ജനറൽ ഡിവൈഡഡ് along class lines: aristocracy, clergy, commoners. ഇതാണ് 3 estates: aristocracy, clergymen and commoners. Elections for the common people or third estates were held in 1788. The legislature then convenes in 1789. Voting was to be by class block, that is 1 vote for each class. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ടാണ്, ഒരു വ്യക്തിക്കല്ല, ഓരോ ക്ലാസ്സിനാണ് ഓരോ വോട്ട്. തേർഡ് എസ്റ്റേറ്റ്സ് വാണ്ട്സ് ടു വോട്ട് ബൈ ഇൻഡിവിജ്വൽ റെപ്രസെന്റേറ്റീവ് ആൻഡ് ഇറ്റ് വാസ് റിജക്റ്റഡ്. അപ്പം തേർഡ് എസ്റ്റേറ്റിന് എന്ത് വേണമായിരുന്നു? ഇൻഡിവിജ്വൽ റെപ്രസെന്റേറ്റീവ്, അതായത് ഓരോ ഇൻഡിവിജ്വലിനും വോട്ട് ചെയ്യാനുള്ള അധികാരം വേണമെന്നായിരുന്നു തേർഡ് എസ്റ്റേറ്റ് ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാ ഇപ്പൊ തേർഡ് എസ്റ്റേറ്റ് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയിൽ ഒരു വോട്ടിംഗ് നടത്തുന്നുണ്ടെങ്കിൽ നോർമലി അരിസ്റ്റോക്രാറ്റിക് പീപ്പിൾസും ക്ലർജിമെനും ഒരുമിച്ച് നിൽക്കും, കോമണേഴ്സ് ഒറ്റപ്പെടും. ആൻഡ് ഇതിൽ ഭൂരിപക്ഷം കോമണേഴ്സിന്റെ തീരുമാനത്തിന് അല്ലെങ്കിൽ ആവശ്യത്തിനെതിരായിരിക്കും. അങ്ങനെ വോട്ടിംഗ് സിസ്റ്റത്തിലൂടെ ഇവർ പുറത്താക്കപ്പെടുന്നത് സാധാരണ നടക്കുന്ന കാര്യം. അങ്ങനെയാണ് ഇവര് ഒരു ഇൻഡിവിജ്വൽ റെപ്രസെന്റേറ്റീവ്
representation voting il venannu avashyapettu. Third estate pulls out of assembly, declares itself the true government. Angane third estate assembly ninnu mari avare oru true government annu swayam prakyapichu. A national assembly and storms the Basse prison. Ane avaru national assembly aayittu prakyapichu. 1789 Declaration of the Rights of Man and Citizen published. King retreats to Versailles. Palace is stormed by a group of market women and family forced to return to quarters in Paris under the control of the National Assembly. Reflections on the Revolution in 1790. 1792 King Louis XIV beheaded. 1793 Committee on Public Safety formed under leadership of Maximilian Robespierre. Reign of Terror begins. 1793 Queen beheaded. 1794 Robespierre executed. 1795 to 99 Thermidor reaction to excess of the Reign of Terror. 1799 Napoleon seized power. 1799 Napoleon Bonaparte അധികാരത്തിൽ വന്നു. Burke's predictions Reign of Terror. On the scheme of the barbarous philosophy, which is the offspring of cold hearts and muddy understandings, and which is as void of solid wisdom as it is destitute of all taste and elegance, laws are to be supported only by their own terrors and by the concern which each individual may find in them from his own private speculations or can spare to them from his own private interest. In the growth of their academy, at the end of every vista, you see nothing but the gallows. അദ്ദേഹത്തിന്റെ വർക്കിൽ ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ അല്ലെങ്കിൽ ആ റെയിൻ ഓഫ് ടെററിനെ അദ്ദേഹം എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. അഗൈൻ ബർക്സ് പ്രഡിക്ഷൻസ് റെയിൻ ഓഫ് ടെറർ ആസ് but when the leaders choose to make themselves bidders at an auction of popularity, their talents in their construction of the state will be no service. They will become flatterers instead of legislators, the instruments, not the gates of the people. Moderation will be stigmatized as the virtue of cowards and compromises as the prudence of traitors until the in hopes of preserving the credit which may enable him to temper and moderate on some occasions, the popular leader is obliged to become active in propagating doctrines and establishing powers that will afterwards defeat any sober purpose at which he ultimately might have aimed. If any of them should happen to propose a scheme of liberty soberly limited and defined with proper qualifications, he will be immediately outbid by his competitors who will produce something more splendidly popular. Suspicions will be raised of his fidelity to his cause. It is besides to be considered whether an assembly like yours, even supposing that it was in possession of another sort of organ through which its orders were to pass, is fit for promoting the obedience and discipline of an army. This is all about Edmund Burke. So, മോഡേൺ കൺസർവേറ്റീവ്സത്തിന്റെ ഫൗണ്ടർ ആയിട്ടും അതുപോലെ തന്നെ ഹി ഒപ്പോസ്ഡ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ. ഈ രണ്ട് പോയിന്റ്സ് മനസ്സിലോർത്ത് വെക്കുക.